Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Jessica. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon. Okay, നമുക്ക് തുടങ്ങാം. 77 ആയിട്ടുള്ള 77 കൗണ്ട് 78. ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ? എല്ലാരും വരട്ടെ. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ഒരു തെറ്റുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റിന് ഒരു തെറ്റുണ്ടായിരുന്നു. ഫുൾ ഫോം ഫ്രം COPD എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനകത്ത് COPO ആണ് എഴുതിയിരിക്കുന്നത്. D അല്ല O ആ എഴുതിയിരിക്കുന്നത്. ആണല്ലേ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. COPDയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. പക്ഷെ അതിനകത്ത് മോക്ക് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് COPO ആണ്. PO ആണ്. അത് ടെക്നിക്കൽ ലെവല്ലേ? പിക്ക് ഒരു താഴത്തേക്ക് പിക്ക് പകരം O വന്നേക്കണല്ലേ? ഡിക്ക് പകരം O വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നണേ ആ ടെക്നിക്കലില് D അവരിടുന്നതിന് പകരം അതെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഓക്കെ, ഇത് അടിച്ചു വിടുന്നത് ടെക്നിക്കല് അവരാണ്. അവരിങ്ങനെ ടൈപ്പ് ചെയ്തിടുമ്പോഴേ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കുള്ളൂ. ഓക്കെ മിസ്. എല്ലാവർക്കും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ട് ഡൗട്ട് ഒന്നുമില്ലല്ലോ? സിമ്പിൾ ആയ പാടുള്ളത്. ഓക്കെ, നിങ്ങള് പഠിക്കണേതിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള പാഠത്തിൽ ഏറ്റവും സിമ്പിൾ ആയതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഇതാണ് വെന്റിലേറ്റർ. പക്ഷെ ഏറ്റവും എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ളതാണ് വെന്റിലേറ്റർ അല്ലേ? എന്തെളുപ്പമാണ് പെട്ടെന്ന് തീർന്ന് നമുക്കൊരു കുറച്ചൊരു പേജും കൂടി ഉണ്ട് നമുക്ക് എടുത്ത് തീരാൻ. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു പേജും കൂടി ഉള്ളൂ. അതും കൂടി അങ്ങനെ എടുത്ത് തീർക്കാം. നമുക്ക് പുതിയത് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? 87 പേര് വന്നു. ഇനി നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടാ? Yes, ma'am. ഓക്കെ, നാളെ മുതൽ നിനക്ക് വെക്കേഷൻ മുടക്കായിരിക്കും അല്ലേ? വെക്കേഷൻ നാളെ വെക്കേഷൻ മാം? നാളില്ല, നാളെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ വെക്കേഷൻ തന്നെ ആയിരിക്കും. 2 ദിവസം, തിങ്കളാഴ്ച ക്രിസ്മസ് വരെ. എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ പറയും. നിങ്ങളോട് എന്തെങ്കിലും പറയും. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് നാളെ തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ സെലിബ്രേഷൻ ആണ് തിങ്കളാഴ്ച. നിങ്ങൾക്ക് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ ചൊവ്വാഴ്ച ക്രിസ്മസിന്റെ തലേന്ന്, ബുധനാഴ്ച ക്രിസ്മസ്. ചിലപ്പോ ഇതുവരെ ഉണ്ടാവില്ലായിരിക്കും. തിങ്കളാഴ്ച ലീവ് മിസ്സേ? തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾക്ക് സെലിബ്രേഷൻ അവിടെ വെച്ചേക്കണം. നിങ്ങൾ അറിയിക്കും. നിങ്ങൾ ഇന്ന് നാളെ എങ്ങാനും അറിയിക്കും ഗ്രൂപ്പിലിട്ടാ. നാളെ ക്ലാസ് ഉണ്ടല്ലേ? അപ്പൊ നാളെ ഉണ്ട്. നാളെ നമുക്ക് ഫ്രൈഡേ ക്ലാസ് ഉണ്ട്.
വൺ ഡേ ആണ് ഇവിടെ സെലിബ്രേഷൻ വെച്ചേക്കണേ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ആരുമില്ലല്ല, സെലിബ്രേഷൻ എല്ലാവരും പോകും. പിന്നെ ട്യൂസ്ഡേ എന്ന് പറയുമ്പോ ക്രിസ്മസിന്റെ തലേന്നാണ്, പിന്നെ വെൻസ്ഡേ ക്രിസ്മസ് ആണ്. അത്രയും 3 ദിവസം എന്തായാലും ഉറപ്പിക്കാനുണ്ടാവില്ല. നിങ്ങൾക്ക് അതിന്റെ ഇൻഫോം നാളെ തരും, നാളെ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ട് തരും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്ലഡ് ക്ലോട്ട്സ് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. പൾമണറി എഡീമ എന്താ, ബ്ലഡ് ക്ലോട്ട് എങ്ങനെ ചെയ്യണേ, കുറെ നേരം നിൽക്കുമ്പോ തന്നെ കുറെ ആ ട്യൂബ് ഇട്ട് ഒരേ പൊസിഷനിൽ ലോങ് ടൈം കിടക്കുമ്പോ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായി മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെഡേഷ്യൻ റിലേറ്റഡ് ഡിമെൻഷ്യ. സെഡേഷ്യൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ക്യാൻ ബി, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കിട്ടിയവര് പേജ് നമ്പർ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. പേജ് നമ്പർ 72 അല്ലേ? ഓക്കെ, 72 എല്ലാവരും എടുത്താ? 72 ഓക്കെ. ഓക്കെ, അപ്പൊ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി റിസൾട്ടഡ് ബൈ ദ സെഡേറ്റീവ്സ് ആൻഡ് മെനി അതർ മെഡിക്കേഷൻ പ്രൊവൈഡഡ് ടു എ ഇൻഡിവിജ്വൽ ഹു ഈസ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ്. എന്ന് വെച്ചാൽ എന്താ? മയക്കവുമായിട്ട് ബന്ധപ്പെട്ട ഡിമെൻഷ്യ. മയക്കമായിട്ട് നമ്മള് ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ഒരുപാട് മരുന്നുകൾ പോകും. അപ്പൊ അതിന്റെ സെഡേഷൻ ഉണ്ടാവും, പിന്നെ അനസ്തീഷ്യ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെഡേഷൻ ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിസൾട്ടഡ്, അതിന്റെ റിസൾട്ട് ബൈ ദ സെഡേറ്റീവ്. പേഷ്യന്റിന് എന്തെങ്കിലും സെഡേഷൻ ആയിട്ട് വന്നാൽ അതിന്റെ റിസൾട്ടുകൾ എന്തായിരിക്കും? പിന്നെന്താ? അതർ മെഡിക്കേഷൻസ്, മറ്റു മരുന്നുകൾ കൊടുക്കും. എല്ലാ മരുന്നുകൾക്കും ഓക്കെ ഓക്കെ എല്ലാ മരുന്നിനും സെഡേഷൻ ഇല്ലെങ്കിലും ഏതെങ്കിലും 1-2 മരുന്നിനൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ഒരുപാട് മരുന്നുകൾ പോകും. ഇഞ്ചക്ഷൻ ആയിട്ട്, ഫ്ലൂയിഡായിട്ട്, അങ്ങനെ ഒരുപാട് മരുന്നുകൾ. അപ്പൊ അതിലേതെങ്കിലൊക്കെ പോണ മരുന്നിന് സെഡേഷൻ ഉണ്ടാവാം. അങ്ങനെ പ്രൊവൈഡഡ് ടു എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് ഓൺ വെന്റിലേറ്റർ ബ്രീത്തിങ് ട്യൂബ്. ഈ ശ്വസന ട്യൂബിലെ ആ ഒരു വെന്റിലേറ്ററിൽ കഴിയുന്ന ആ വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കും മയക്കുകൾ ഉണ്ടാവും. റിലേറ്റഡ് ഡിമെൻഷ്യ, അതുമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു മയക്കം, ഡിമെൻഷ്യ മയക്കവുമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഇത് പറയുന്നത് ഡിമെൻഷ്യ എന്ന് വെച്ചാൽ എന്താ? ഡിമെൻഷ്യ എന്ന് പറയുമ്പോ അവരൊരു സെഡേഷന് പോയി, അത് ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടില്ല, പക്ഷെ അതിന്റെ ആ ഒരു ഒന്നും അറിയാത്ത പോലെ വെന്റിലേറ്ററിൽ കിടക്കുകയല്ല. അപ്പൊ അങ്ങനെ കിടക്കുമ്പോ അവർക്ക് ഒരുപാട് മരുന്ന്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? റിസൾട്ട് സെഡേറ്റീവ് ആണ്. മരുന്നിന്റെ സെഡേറ്റീവും അതർ മെഡിക്കേഷൻസ് പ്രൊവൈഡ് ഇൻഡിവിജ്വൽ, ഓരോരുത്തർക്ക് കൊടുക്കണ ആ ഒരു മരുന്നിന്റെ, പിന്നെ വെന്റിലേറ്ററിന്റെ ആ ഒരു ബ്രീത്തിങ് ട്യൂബ്, വെന്റിലേറ്റർ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പല മരുന്നുകൾക്കും ഇത് കാരണമാകാം. ശ്വസന ട്യൂബിലുള്ള വെന്റിലേറ്ററിൽ അതാ പറഞ്ഞ ബ്രീത്തിങ് ട്യൂബ്, വെന്റിലേറ്ററിലെ ആ ബ്രീത്തിങ് ട്യൂബിൽ കിടക്കുന്ന ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു വ്യക്തിക്ക് എന്തെല്ലാം മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ നൽകുന്ന മരുന്നിന്റെ മയക്കങ്ങള് പല അപകടങ്ങൾക്കും കാരണമാകാം. അതാണ് ഒരു അപകടം എന്ന് പറയുന്നത്. അതെന്തിന് കാരണമാകാം? പല ക്യാൻ ബി റിസൾട്ടഡ്, ചില അസുഖങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പോ അതുകൊണ്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാവും. കുറെ നാള് കിടന്ന് മയക്കത്തിലാ കിടക്കണേ, അവര് ഫുൾ സെഡേഷനിലാ കിടക്കണത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതാണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്ലൂയിഡ് ഓവർലോഡ്. This can be caused by continuous infusion, struck toxicity and renal failure. ഒരുപാട് മരുന്നുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൂയിഡ് ഓവർലോഡ്, ഒരുപാട് മരുന്നുകൾ, ദ്രാവക മരുന്നുകളാണ് കൂടുതലും ഐസിയുയിൽ നിൽക്കുന്ന പേഷ്യന്റിന് പോണത്, അല്ലെ? ഇഞ്ചക്ഷൻ ആയിട്ടും ഡ്രിപ്പ് ആയിട്ടും. ഐസിയുയിൽ നിൽക്കുന്ന പേഷ്യന്റിന് നമുക്ക് വായക്കൂടി മരുന്ന് കൊടുക്കാൻ പറ്റില്ല, നേരിട്ട് അവർക്ക് കഴിക്കാനുള്ളതില്ല. കാരണം അവർ ഓൾറെഡി സെഡേഷനാണ്. അവരങ്ങനെ സെഡേഷനിൽ കിടക്കുന്ന പേഷ്യന്റിന് ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണ്. ത്രോട്ടിൽ ഇറക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ത്രോട്ടിൽ കൂടി ഒരു ട്യൂബ് ഇറക്കി വെച്ചേക്കാണ്. അപ്പൊ ആ ത്രോട്ട് വോയിസ് ബോക്സിൽ കൂടി ട്യൂബൊക്കെ ഇറക്കിയേക്കണ പേഷ്യന്റിന് ഒരിക്കലും വായക്കൂടി മരുന്ന് ഇറക്കി കുടിക്കാൻ പറ്റില്ല. അപ്പൊ ആ പേഷ്യന്റിന് പോണത് എന്താ? ഫ്ലൂയിഡ് ആണ്. കാലുമ കൂടി പോകുണ്ടാവും, കണ്ണിമ കൂടി ഉണ്ടാവും, ഇഞ്ചക്ഷൻ, അങ്ങനെ ഒരുപാട് ഫ്ലൂയിഡുകൾ, ഓവർലോഡ്. ഈ ഫ്ലൂയിഡുകളൊക്കെ പോകുമ്പോൾ കണ്ടിന്യൂസ് ഇൻഫ്യൂസിങ് ഡ്രഗ് ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. അപ്പൊ ഇങ്ങനെ പോണ ഈ മരുന്നുകൾ, തുടർച്ചയായിട്ടുള്ള മരുന്നുകൾ, പലതരത്തിലുള്ള മയക്കുമരുന്നുണ്ടാവും, അതിൽ ടോക്സിസിറ്റി ഉണ്ടാവും, വിഷാംശങ്ങൾ ഉണ്ടാവും, അങ്ങനെ സംബന്ധമായ ഈ അസുഖങ്ങൾ ഇതൊക്കെ പോകുമ്പോൾ ഫ്ലൂയിഡ് ആയിട്ടാണ് ഇതൊക്കെ പോണത്. ഇതൊക്കെ പോകുമ്പോൾ പേഷ്യന്റിന് എന്തുണ്ടാവും?
വൃക്ക സംബന്ധമായ രോഗം ഉണ്ടാവും. റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താ? വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അതാണ് ഫ്ലൂയിഡ് ഓവർലോഡിൽ പറയുന്നത്. ഫ്ലൂയിഡ് പേഷ്യന്റിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മരുന്നുകൾ, ടോക്സിസിറ്റി പോലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് ഇല്ലേ? ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി പ്രത്യേകിച്ച്. അപ്പൊ അതിന്റെ സൈഡ് എഫക്റ്റ്, ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ വൃക്കനാണ്, കിഡ്നിക്കാണ് കൂടുതലും ബാധിക്കുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡ് ഓവർലോഡ് ആയിട്ട് ഒരുപാട് പോകുമ്പോൾ ഇത് നമ്മുടെ എന്ത് തകരാറിലാക്കും? റീനൽ ഫെയിലിയർ, നമ്മുടെ വൃക്ക സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തകരാറ് വരാൻ സാധ്യതയുണ്ട്. അതൊരു അപകടമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് എന്താ പറഞ്ഞേ? ലങ് ഇഞ്ചുറി. നമ്മുടെ ലങ്സിന് മുറിവ് പറ്റാം. എങ്ങനെയാണ് ലങ്സിന് മുറിവ് പറ്റണേ? A ventilator can cause lung damage. This can occur for several reasons. എന്ന് വെച്ചാല് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ലങ്സ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഒരു വെന്റിലേറ്ററില് ശ്വാസകോശത്തിൽ ആ പേഷ്യന്റിനെ കിടക്കുന്ന പേഷ്യന്റിന്റെ ശ്വാസകോശ തകരാറിലുണ്ടാക്കാൻ കാരണമാണ്. അതിന് കാരണം this can occur for several reasons. അത് പല കാരണം കൊണ്ടാണ്. താഴെ പറയാനുണ്ട് ഏതെല്ലാം കാരണമാണെന്ന്. ഫസ്റ്റ് വൺ പറയണത് എയർ പ്രഷർ ഇൻ ദ ലങ്സ് മൂവിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. എന്താ ഫസ്റ്റ് പറഞ്ഞേ? സാധാരണ പരിധിക്ക് അപ്പുറത്ത് പോണ എയർ, നമ്മുടെ പ്രഷർ ആ ലങ്സിന്, നമ്മുടെ ശരീരത്തിന്റെ ലങ്സിന് അതെന്താ? ശ്വാസകോശത്തിലെ വായുമർദ്ദം, വായുവിന്റെ ആ ഒരു പ്രഷർ ഉണ്ട്. ലങ്സ് മെയിൻ ആയിട്ട് എന്ത് ഡ്യൂട്ടി ചെയ്യണേ? ശ്വസനം എടുക്കുന്നതാണ് ലങ്സിന്റെ മെയിൻ ഡ്യൂട്ടി അല്ലെ? അപ്പൊ ഇതുപോലെ ലങ്സ് ഇഞ്ചുറി വരും. അപ്പൊ വായുമർദ്ദം, ശ്വാസകോശത്തിന്റെ ഉള്ളിലെ വായുമർദ്ദം സാധാരണ പരിധിക്ക് അപ്പുറത്ത് പോകുന്നു. ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ഒരു നോർമൽ ലെവലിൽ പോയാൽ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രഷർ ലങ്സിന് പോകുമ്പോൾ ലങ്സിൽ എന്തുണ്ടാവും? ലങ് ഇഞ്ചുറി വരും. അപ്പൊ ലങ് ഇഞ്ചുറി വരാൻ ഒരു മെയിൻ കാരണം എന്താ? എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ഒരു നോർമൽ ലിമിറ്റിന് അപ്പുറത്തേക്ക് എയർ പ്രഷർ ചെയ്യുമ്പോൾ ലങ്സിന്റെ മുറിവ് വരാം. രണ്ടാമത് എങ്ങനെയാണ് ലങ്സ് ഇഞ്ചുറി വന്നത്? എയർ സീപ്പ് into the space between the lungs and the chest wall, pneumothorax. Pneumothorax എന്താണെന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട. എന്താണ് ന്യൂമോതൊറാക്സ്? ന്യൂമോതൊറാക്സ് എന്താ? എയർ സീപ്പ് into the space between the lungs and chest wall. എന്ന് വെച്ചാൽ ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് വായു ഒഴുകുന്നു. നമ്മുടെ ശ്വാസകോശം ലങ്സ്, അതിനും നെഞ്ചിന്റെ ഭിത്തി, നമ്മുടെ ചെസ്റ്റിന്റെ ഇടയിലുള്ള ആ ഒരു ഭിത്തി, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടി എന്തൊഴുകും? അതിന്റെ രണ്ടിന്റെ മേൽ കൂടി എന്താ ഒഴുകണേ? വായു ഒഴുകും. അപ്പൊ വായു ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ന്യൂമോതൊറാക്സ്. ഓക്കെ, അപ്പൊ ലങ്സ് ഇഞ്ചുറി ആവാനായിട്ട് ഒരു മെയിൻ കാരണമാണ് ന്യൂമോതൊറാക്സ്. എയർ സീപ്പാണോ കീപ്പാണോ? സീപ്പാണ്. സീപ്പ് എന്ന് വെച്ചാൽ എന്താ? എയർ സീപ്പ്, ശ്വാസകോശത്തിന്റെ വായു ഒഴുകുന്നു. എയർ സീപ്പാണ്. എന്താ എയർ സീപ്പ് എന്ന് പറഞ്ഞാല്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. സീപ്പിന്റെ ഫ്ലോയിങ്, അതാണ് സീപ്പാണ് കേട്ടാ. സീപ്പ് എന്ന് വെച്ചാൽ ഫ്ലോയിങ്. ഫ്ലോയിങ് എന്ന് വെച്ചാൽ ഒഴുകുന്നു. എന്തൊഴുകുന്നു? ഈ എയർ ഒഴുകുന്നു. ഓക്കെ, ഫ്ലോ, ഒഴുകുക. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ സീപ്പാണ്. എയർ ഒഴുകുകയാണ്. എന്തിന്റെ ഇടയിലോട്ട് ഒഴുകണേ? ലങ്സിനും ഈ ചെസ്റ്റ് വാളിന്റെ ഇടയില്. മനസ്സിലായ? ലങ്സിനും ചെസ്റ്റ് വാളിന്റെ ഇടയിലോട്ട് എയർ ഇങ്ങനെ ഒഴുകി പോവാണ്. അതിങ്ങനെ ഒഴുകി പോകുമ്പോൾ അവിടെ ലങ് ഇഞ്ചുറി ഉണ്ടാവാം. അതാണ് ന്യൂമോതൊറാക്സ്. ഓക്കെ, ന്യൂമോതൊറാക്സ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമോതൊറാക്സ് ഡെഫിനിഷൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഈ ലങ്സ് ഇഞ്ചുറിക്കുള്ള കാരണവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കാരണം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ലങ് ഇഞ്ചുറിയുടെ കാരണം
നോർമൽ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മുടെ ലങ്സിലോട്ട് വായുമർദ്ദം ഒഴുകുന്നു, എയർ പ്രഷർ ചെയ്യുന്നു. രണ്ടാമത് പഠിച്ചതാണ് ലങ്സിനും ചെസ്റ്റ് വാൾസിനും ഇടയിലായിട്ട് എന്താണ് എയർ ഒഴുകുന്നു. അതാണ് ന്യൂമോതൊറാക്സ്. അതാണ് രണ്ടാമത്തെ ലങ് ഇഞ്ചുറിക്ക് കാരണം. മൂന്നാമത്തെ ലങ് ഇഞ്ചുറിക്ക് എന്താ കാരണം? ഓക്സിജൻ ടോക്സിസിറ്റി. ഓക്സിജൻ ടോക്സിസിറ്റി, ടൂ മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇല്ലേ? ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയാല് അധികമായാൽ അമൃതം വിഷമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? അധികമായാൽ അമൃതവും വിഷമെന്ന്. അതുപോലെ തന്നെ നമുക്ക് എന്തോരം ഓക്സിജൻ കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഒരു ലങ്സിന് ഒരു ഇത്രയും കപ്പാസിറ്റി ഉണ്ട് ഓക്സിജൻ സ്റ്റോർ ചെയ്യാൻ. ആ ടൂ മച്ച് ഓക്സിജന്റെ അളവ് ഒരുപാട് കൂടുന്ന അത് ടോക്സിസിറ്റി ആയിട്ട് മാറും. ഓക്സിജനിലെ ടോക്സിസിറ്റി ആയിട്ട് മാറും. അങ്ങനെ വന്നാലും ഈ ലങ്സ് ഇഞ്ചുറി ആവാൻ കാരണമാണ്. അപ്പൊ 3 കാരണമാണ്. ആ 3 കാരണവും ഇമ്പോർട്ടന്റ് ആണ്. മാറി മാറി ചോദിക്കും. 2 പോയിന്റ് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ദി ചെസ്റ്റ് വാൾ. എയർ ഒഴുകുന്നു. എവിടേക്കാണ് എയർ ഒഴുകണേ? ലങ്സിനും നമ്മുടെ നെഞ്ചിന്റെ വാളുണ്ട്, വാള് അതിന്റെ ഇടയിൽ ആ നെഞ്ചിന്റെ സൈഡില്, അതാണ് പറഞ്ഞ ചെസ്റ്റിന്റെ വാളുണ്ട്. ഈ ലങ്സിന്റെ ഇടയിൽ കൂടി എന്തൊഴുകും? എയർ ഇങ്ങനെ വായു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വായു ഇങ്ങനെ പോകുമ്പോൾ അവിടെ ലങ്സ് ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട്. അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ന്യൂമോതൊറാക്സ് എന്താണെന്ന് ചോദിച്ചാൽ ലങ്സ് ഇഞ്ചുറി ആണ്. ലങ്സ് ഇഞ്ചുറിയിൽ ഒരു എക്സാമ്പിൾ പറയാൻ തന്നാല് ന്യൂമോതൊറാക്സ് ഉണ്ടെങ്കിൽ ന്യൂമോതൊറാക്സ് എഴുതണം. ന്യൂമോതൊറാക്സ് എന്താണെന്ന് സെപ്പറേറ്റ് ചോദിച്ചാൽ എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ the lungs and the chest wall. Okay now? 3 പോയിന്റ് കിട്ടിയാ നിങ്ങൾക്ക്? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് കൊടുത്തേ. ഓക്കെ, അപ്പൊ അതാണ് ലങ്സ് ഇഞ്ചുറിയുടെ. ഈ പഠിച്ചതിന് കറക്റ്റ് നോക്കി ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയണത് ഹു അറ്റൻഡ് ടു ദ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ. എന്താണ് ഈ മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ ആ രോഗിയെ പരിചരിക്കുന്നത്? അതിൽ ആരാണ് ഹു അറ്റൻഡ്? ആരാണ് അറ്റൻഡ് ചെയ്യണേ? അവിടെ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റിനെ ആരാണ് അറ്റൻഡ് ചെയ്യുന്നത്? അതാണ് നമ്മളോട് ചോദിച്ചേക്കണത്. ഹു അറ്റൻഡ് ദ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേറ്റർ. ആരാണ് അവിടുത്തെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യണേ? ദ പേഷ്യന്റ് who are mechanically ventilated. പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഉണ്ട്. കെയർ പ്രൊവൈഡേഴ്സ് എന്തിനാണ് കിടക്കണത്? നല്ല കെയർ കിട്ടാൻ, കെയർ പ്രൊവൈഡ് ചെയ്യാൻ. ആരാ പ്രൊവൈഡ് ചെയ്യണേ? ഫിസിഷ്യൻ. ഒന്നാമത്തെ ആളാരാ? ഫിസിഷ്യൻ. രണ്ടാമത്തെ അനസ്തെറ്റിസ്റ്റ്. അവിടെ ആരൊക്കെയുണ്ട്? ഫിസിഷ്യൻ ഉണ്ട്, അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, പൾമിനറി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ലങ്സിലെ ഡോക്ടറെ പറയണത് പൾമിനറി ഡോക്ടേഴ്സ് ആണ് അല്ലെ? അപ്പൊ പൾമിനറി രോഗം, പൾമിനറിയുമായിട്ട് ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ട്. പൾമിനറി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഏതെങ്കിലും ഒരു തെറാപ്പിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം. എന്തിനാ? നമ്മളുടെ ശ്വാസം, ബ്രീത്തിങ് പറയാൻ. നമുക്ക് ഓരോ ബ്രീത്തിങ്ങിനും എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഈ തെറാപ്പിസ്റ്റ് വേണം. പിന്നെ നഴ്സസ് ആർ ലയബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. പിന്നെ നമുക്ക് വേണ്ടതാരാ? നേഴ്സസ് വേണം. നേഴ്സ് വേണ്ടേ? സാധാരണ രീതിയിൽ നമുക്ക് ടേക്ക് കെയർ, നല്ല രീതിയിൽ ഒരു കെയർ തരാനായിട്ട് നമുക്ക് ആര് വേണം? നേഴ്സ് വേണം. അപ്പൊ ഇത്രയും മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിസിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, പൾമിനറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ്. ഇത്രയും പേര് ആ പേഷ്യന്റിനെ ടു ടേക്ക് കെയർ ഓഫ് ദം. ഓക്കെ, ഇത്രയും പേഷ്യന്റിന് ഇത്രയും ആൾക്കാർ വേണം
ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കേണോ? ആ പോയിന്റ് കറക്റ്റ് ഓക്കേണോ? സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് ഉണ്ടാ മക്കളെ? സ്പീഡ് കൂടുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയണം, ഞാൻ സ്ലോവിലാക്കാം. ഓക്കെ ഇല്ല? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയണത്. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്തെല്ലാം കാര്യങ്ങളിൽ ഉറപ്പാക്കണം, ഷുവർ ചെയ്യണം. ഈ പോയിന്റ് ആണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. എന്താ ഫസ്റ്റ് പറയണത്? ദ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. എന്താ പറഞ്ഞേ? അവിടെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, ഒരു പേഷ്യന്റിനെ നമ്മൾ സംരക്ഷിക്കാനായിട്ട്, കെയർ കൊടുക്കാനായിട്ട് ഒരുപാട് എക്യുപ്മെന്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട് ഇല്ലേ? പേഷ്യന്റിന് പ്രതിരോധ കുത്തിവെപ്പല്ല, പ്രതിരോധ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട്, ആ പേഷ്യന്റിനെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് എക്യുപ്മെന്റ് എവിടെ കൊണ്ടുവരുന്നുണ്ട്? ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതിന്റെ അറ്റകുറ്റപ്പണികള് ഇടക്കിടക്ക്, അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ഇടക്കിടക്ക് പീരിയോഡിക്കലി ഇടക്കിടക്ക് പോയി ചെക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അറ്റകുറ്റപ്പണികള്, അവിടുത്തെ മെയിൻ്റെനൻസ്, എക്യുപ്മെന്റിന്റെ മെയിൻ്റെനൻസ് വർക്ക് പീരിയോഡിക്കലി ഇടക്കിടക്ക് പോയി ചെക്ക് ചെയ്യണം. പ്രിവെന്റീവ് അത് നോക്കണം. അതാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ, ഒരു പേഷ്യന്റിന് ഓക്സിജൻ വേണ്ടി വന്നു. അപ്പോഴാണ് ആ സിലിണ്ടറിൽ ഓക്സിജൻ കാര്യമായിട്ടിരിക്കണം, ഓക്സിജൻ ഇല്ല. പിന്നെ ഒരു ഓക്സിജൻ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വരുമ്പത്തിനും ഇവിടുത്തെ പേഷ്യന്റ് ഓക്സിജൻ കിട്ടാതെ ഡെത്ത് ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ എക്യുപ്മെന്റ് കറക്റ്റ് ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് ഫസ്റ്റ് ആദ്യമായിട്ട് ആര് നോക്കണം? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അത് ഉറപ്പ് വരുത്തണം, അതവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അഡ്മിനിസ്ട്രേറ്റർ നോക്കണം. രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് obtainability of well-trained staff in care of patients in ventilator. വെന്റിലേറ്ററിലുള്ള രോഗികളെ പരിചരിക്കുന്നതിന്, കെയർ കൊടുക്കുന്നതിന് ഒരു നല്ല പരിശീലനം ലഭിച്ച ഒരു ജീവനക്കാർ, ഒരു സ്റ്റാഫിനെ തന്നെ വേണം നിയമിക്കാൻ. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ഏറ്റവും നല്ല ഒരു ട്രെയിൻഡ്, വെൽ ട്രെയിൻഡ് സ്റ്റാഫായ നല്ലൊരു സ്റ്റാഫിനെ വേണം ആ വെന്റിലേറ്ററിൽ, എവിടെയാണോ വെന്റിലേറ്ററിൽ കിടക്കണേ അവിടുത്തെ പേഷ്യന്റിനെ നോക്കാനായിട്ട് നമ്മൾ നിയമിക്കേണ്ടത്. അതാണ് ഡ്യൂട്ടിയാ? അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയണത് സ്ട്രിക്ട് പ്രോട്ടോകോൾ ടു കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യന്റ്. വെന്റിലേറ്ററില് പേഷ്യന്റിന്റെ ആ ഒരു പരിചരണത്തിന് കർശനമായ പ്രോട്ടോകോൾ വേണം. ഓരോന്നിനും കർശനമായ പ്രോട്ടോകോൾ വേണം. തോന്നിയ മരുന്നല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് സ്ട്രിക്ട് പ്രോട്ടോകോൾ. പേഷ്യന്റിനെ ഇന്ന സമയത്ത് ഫുഡ് ചെയ്യണം, ഇന്ന സമയത്ത് പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കണം, ഇന്ന സമയത്ത് പേഷ്യന്റിന് ഇടക്കിടക്ക് ടെമ്പറേച്ചർ, BP ഒക്കെ നോക്കണം. അങ്ങനെ കറക്റ്റ് ഒരു സ്ട്രിക്ട് പ്രോട്ടോകോൾ കെയർ വേണം. സ്ട്രിക്ട് പ്രോട്ടോകോൾ കെയർ അതാര് ശ്രദ്ധിക്കണം? അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം. അവരുടെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് പോയിന്റ് എന്താ? സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അവിടെ വേണ്ട, ആ വെന്റിലേറ്റർ എവിടെയാണോ അവിടെ വേണ്ട എല്ലാ സാധനങ്ങളും, മതിയായ വിഭവങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അവൈലബിൾ ആണോ, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്യണം, കറക്റ്റ് നോക്കണം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാ? അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. ഇനി എടുത്തോടത്തോളം മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാ? 4 പോയിന്റ് സിമ്പിൾ ആണ്. ഒരു എക്യുപ്മെന്റ് എല്ലാം വേണം, വെൽ ട്രെയിൻഡ് സ്റ്റാഫ് വേണം, പിന്നെന്താ സ്ട്രിക്ട് പ്രോട്ടോകോൾ കെയർ ആയിരിക്കണം, സഫിഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി. അവിടുത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നറിയണം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ പാഠം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ഏറ്റവും സിമ്പിൾ ആയ പാഠം വെന്റിലേറ്റർ ആണ്. ഓക്കെ. ഡിമെൻഷ്യ മീനിങ് എന്ന് പറയുന്നത് മയക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മയക്കവുമായിട്ട്.
ഇനി അതിനൊരു ഫുൾ കറക്റ്റ് മീൻ എന്താന്ന് വെച്ചാ ഫുൾ കറക്റ്റ് മീനിങ് എന്താ? ബുദ്ധിഭ്രംശ, മാനസികമായ തകരാറ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മാനസികമായ തകരാറ്. അവർക്ക് സെഡേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് മയക്കവുമായിട്ട് അവർക്ക് മാനസിക നിലക്കാകെ ഇതായിരിക്കും. നമ്മളിപ്പോ കുറേ നേരം കിടന്നുറങ്ങി, നമ്മളിപ്പോ മയക്കൊന്നുമില്ല. നമ്മളെ നോക്കിയേ, നമ്മൾ ഒരുപാട് നേരം കുറെ നേരം കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഒന്നെണീക്കുമ്പോ നമുക്ക് ആകെ എന്തായിരിക്കും ചുറ്റുപാട് പെട്ടെന്ന് ഒരു നമ്മുടെ ആ ഉറക്കത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് ഒരു ജാതി തല കറക്കം വീഴാൻ പോണ പോലൊക്കെ തോന്നാറില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡിമെൻഷ്യ മയക്കവുമായിട്ട്. അപ്പൊ ഈ ഐസിയു കിടക്കണ വോയിസ് കട്ടാവുന്നു. ഓക്കെ, എല്ലാവർക്കും വോയിസ് കട്ടാവുന്നുണ്ടാ? ഒരാൾക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ട് ഈ പ്രോബ്ലം? ഇല്ല. അപ്പൊ ഈ വോയിസ് കട്ടാവുന്ന ആളുടെ നെറ്റ് സ്ലോ ആയിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഇറങ്ങി കയറാം. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം, അപ്പൊ ശരിയാവും. ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല. അപ്പൊ ആളുടെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ അതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായ? മയക്കവുമായിട്ട്. അപ്പൊ ആൾക്ക് എന്തെങ്കിലും നമ്മളുടെ ഹാങ് ഓവർ, നമ്മൾ ആ പിച്ചും മഴയൊക്കെ പറയും, പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് പെട്ടെന്ന് ബാത്റൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മള് ഒന്ന് വീഴാനൊക്കെ പോകും. അതാ പറയാ, നമ്മളോട് എന്താ പറയാ, ഉറങ്ങി കഴിഞ്ഞ് എണീക്കുമ്പോ ഒരു നീറ്റയ്ക്ക് ഇരിക്കുന്നത്. ലാസ്റ്റ് 1-2 പോയിന്റ് പറയണം. ഏതാ സുഹൈന ലാസ്റ്റ് 1-2 പോയിന്റ് എന്ന് പറയണത്? ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? പ്രിവെന്റീവ് ആണോ? അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി ആണോ? മസ്റ്റ് ഷേക്സ് അതാണോ? പ്രിവെന്റീവ് മെയിൻറ്റെയിൻസ്. അത് ഒന്നുകൂടി പറയാ. അഡ്മിനിസ്ട്രേറ്റർ എല്ലാ ആഴ്ചയിലും പീരിയോഡിക്കലി ഇടക്കിടക്ക് വന്ന് അവിടുത്തെ പ്രിവെന്റീവ് അവിടുത്തെ ഈ മെയിൻറ്റെയിൻസ് എക്യുപ്മെന്റുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ ആവുമ്പോഴ്, ഇപ്പൊ വെന്റിലേറ്റർ ആവുമ്പോൾ എന്താ, വെന്റിലേറ്ററിന്റെ കാര്യം പറയണം. വെന്റിലേറ്ററിൽ എക്യുപ്മെന്റ് ഉണ്ടാവും പേഷ്യന്റിന്. ഒക്കെ കൂടി ചുരുക്കി പറയാന്ന് വെച്ചാ എന്താ ഇതിൽ ചുരുക്കി പറയണ്ടേ? ഒക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞത്? ചുരുക്കിയല്ലേ എല്ലാം പറഞ്ഞേ? ഭയങ്കര വൈഡായിട്ട് ഞാൻ വല്ലതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഇല്ലല്ല. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ അഡ്മിനിസ്ട്രേഷന്റെ പോയിന്റ് 4 എണ്ണം പറയാം. ചുരുക്കിയാണ് ഒക്കെ പറഞ്ഞത്. നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പ്രിവെന്റീവ് മെയിൻറ്റെയിൻസ്, നമ്മുടെ എക്യുപ്മെന്റ്, വെന്റിലേറ്ററിൽ പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇഷ്ടം വയറുകളൊക്കെ പോയിട്ട് കണ്ടിട്ടില്ലേ? അവിടെ ഒരുപാട് എക്യുപ്മെന്റ്, ഒരുപാട് മെഷീൻസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെഷീൻസ് കറക്റ്റ് വർക്കിംഗ് ആണോ, ആ മെഷീൻസിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ഇടക്കിടക്ക് പീരിയോഡിക്കലി ഇടക്കിടക്ക് വന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ മെയിൻറ്റെയിൻസ് ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് അങ്ങേരെ ഫസ്റ്റ് ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ഡ്യൂട്ടി. രണ്ടാമത് അവർ ചെയ്യേണ്ടത് എന്താ? നല്ല സ്റ്റാഫിനെ, എല്ലാം അവിടെ നിൽക്കണ ഒട്ടും വെൽ ട്രെയിൻഡ് ആയ സ്റ്റാഫിനെ വേണം നമ്മള് വെന്റിലേറ്ററിൽ നിർത്താൻ. കാരണം അവിടുത്തെ പേഷ്യന്റിന് സീരിയസ് ക്രിട്ടിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാനായിട്ട് സാധാരണ ലെവലിൽ ഒരു സ്റ്റാഫ് പോരാ. വെൽ ട്രെയിൻഡ് ആയ, നല്ല എക്സ്പീരിയൻസ് കിട്ടിയ, നല്ല ട്രെയിനുള്ള ഒരു സ്റ്റാഫിനെ തന്നെ നമ്മള് വെന്റിലേറ്ററിൽ അവിടെ നിയമിക്കണം, അപ്പോയിന്റ്മെന്റ് ചെയ്യണം. പിന്നെ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ആയിരിക്കണം. പ്രോട്ടോകോൾ എന്ന് വെച്ചാല് അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് പ്രത്യേകിച്ച് ഇല്ലേ? ബൈസ്റ്റാൻഡറിനെ കാണാൻ പറ്റില്ല. ബൈസ്റ്റാൻഡറിനോട് നമ്മൾ എന്താ പറയാ, വെന്റിലേറ്ററിലാണ് പേഷ്യന്റിനെ നിങ്ങൾക്ക് കാണിപ്പിക്കില്ല. നമ്മളെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ എങ്ങനെ കാണിക്കാം? ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ പതുക്കെ പൊക്കി നോക്കും, അങ്ങനെ നമ്മൾ പേഷ്യന്റിനെ കാണാം. പക്ഷെ അതാ പറഞ്ഞത്, സ്ട്രിക്ട് പ്രോട്ടോകോൾ ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാരും ശ്രദ്ധിക്കണം? അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം. ബൈസ്റ്റാൻഡർ ഇടക്കിടക്ക് വന്ന് പേഷ്യന്റിനെ കാണുന്നുണ്ടോ, പേഷ്യന്റിന് ഒരു അടുക്കള ഒന്നും പാടില്ല. അപ്പൊ ഈ പേഷ്യന്റ് അത്രയും നല്ല ഒരു സുരക്ഷിതമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബൈസ്റ്റാൻഡർ പുറത്തുനിന്നും ബസ്സിലൊക്കെ കയറി വന്ന് ഓടി വന്ന് ഈ പേഷ്യന്റിനെ കണ്ടാ അവിടെ എന്ത് വരും? ഇൻഫെക്ഷൻ വരും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് അവിടെ. ഇങ്ങനെ ഇന്ന സമയത്താണ് പേഷ്യന്റിനെ കാണാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണ് ജസീല? പക്ഷെ ഒരുപാട് പേർക്ക് ലാസ്റ്റ് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയണത്. ലാസ്റ്റ് പോയിന്റ്, സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അവിടെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട്? ഐസിയുല്
വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടോ, അവിടുത്തെ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെന്റിലേറ്റർ എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ പുതിയ ചാപ്റ്റർ മൊഡ്യൂള് 2-ലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തുടങ്ങാം. നമുക്ക് കുറച്ച് ഇതുണ്ട്, അതിന്റെ ആ ഫസ്റ്റ് തുടങ്ങി ഒന്ന് വെക്കാം. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? അപ്പൊ പേജ് നമ്പർ ഒക്കെ ഒന്ന് എടുത്ത് എല്ലാവരും ഷെയർ ചെയ്ത് ആ പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂള് 2-ലെ പേജ് നമ്പർ 11 എല്ലാവരും എടുക്കാം. മൊഡ്യൂള് 2-ലെ പേജ് നമ്പർ 11 നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ആ ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവാതിരിക്കത്തില്ല. അതുകൊണ്ട് മാത്രം ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂറുണ്ട്. ഓക്കെ, എല്ലാവരും എടുത്താ? മൊഡ്യൂൾ 1 3 ചാപ്റ്റർ പെൻഡിങ് ഉണ്ടല്ലോ മിസ്. മൊഡ്യൂളിലെ 1-ല് 3 ചാപ്റ്റർ ഒക്കെ അത് വേറെ മിസ് എടുക്കൂട്ടാ. ഞങ്ങൾ ഇങ്ങനെ ഓരോ മൊഡ്യൂളായിട്ട് ഞങ്ങൾ ഇങ്ങനെ തരം തിരിച്ചു. അപ്പൊ ഞങ്ങൾ ഇതിൽ വന്ദന മിസ്സിൽ ഇതിൽ ആരാ ഉള്ളത്? ലെവലില് ടീച്ചർമാരുണ്ടല്ല, അവര് തരും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ടീച്ചർമാരുണ്ട്. അപ്പൊ മൊഡ്യൂൾ 1-ല് എന്നോട് എടുക്കാൻ പറഞ്ഞ ചാപ്റ്റർ ഔട്ട് പേഷ്യന്റും ഇൻ പേഷ്യന്റും വെന്റിലേറ്ററും ആണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൊഡ്യൂൾ 2-ലെ തുടങ്ങിയത്. ഓക്കെ, ബാക്കിയൊക്കെ അവരെടുത്തോളൂ. ആരൊക്കെ എടുക്കണേന്ന് വെച്ചാൽ ഉറപ്പുള്ളതാണ്. ഓക്കെ, തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ ആ ഒരു നഴ്സിംഗ് സെക്ഷൻ, ആ നഴ്സുമാർക്ക് നമുക്കറിയാം മെയിൻ ആയിട്ട് അവർക്ക് ഡ്യൂട്ടി. എല്ലാവരും മൊഡ്യൂൾ 2 തുടങ്ങിയ? ഓക്കെ, എല്ലാവരും തുടങ്ങിയല്ലേ? അപ്പൊ അതിലെടുക്കാത്ത ചാപ്റ്റർ 3 എടുത്തിട്ടില്ല. അതാരണാവോ 3 എടുക്കാനുള്ളത്? ഓക്കെ, അതാരണാവോ? ഞാൻ അന്വേഷിച്ചിട്ട് പറയാട്ടാ, നോക്കട്ടെ എന്താണ് 3 അല്ലേ? ഓക്കെ, എല്ലാവരും 2-ലോട്ട് കടന്നു. അതാരണാവോ? ആ ചാപ്റ്ററിന്റെ പേര് ഏതാ? 3-യുടെ എടുത്തു. ഓക്കെ എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ മൊഡ്യൂൾ 1 കഴിഞ്ഞു. എടുത്തു. ഓക്കെ, ആതിര മിസ് ഒക്കെ എടുത്തു. അപ്പൊ മൊഡ്യൂൾ 1 എല്ലാം തീർന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മൊഡ്യൂള് 2-ലെ ഫസ്റ്റ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്താ? 10 ഇല്ല. ഓക്കെ, റേഡിയോളജി എടുത്തിട്ടില്ല. റേഡിയോളജി എടുത്തു. അത് ആരാണെന്ന് എനിക്കറിയില്ല. അത് എടുത്തോളൂ കേട്ടാ. എനിക്കില്ല റേഡിയോളജി, എനിക്കില്ല. 7 8 10. ഓക്കെ, നമുക്ക് നോക്കാം നഴ്സിംഗ്. അതിന്റെ ഇൻട്രഡക്ഷൻ. നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫേഴ്സ് സർവീസസ് വിച്ച് ബെനിഫിറ്റ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ. നമുക്കറിയാം നഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താ? അതൊരു പ്രൊഫഷനാണ്, അതൊരു തൊഴിൽ മേഖലയാണ് അല്ലെ? അതൊരു പ്രൊഫഷനാണ്. എന്തിനുള്ള പ്രൊഫഷനാ പറയണേ? സർവീസ് ദാറ്റ് ബെനിഫിറ്റ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാ ആളുകളുടെ, നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും എടുക്കാറുണ്ട്. 8 10 11 12 എടുക്കാറുണ്ട്. ഓക്കെ, അതാരണാവോ? ഞാൻ അന്വേഷിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത് എടുക്കാം. അപ്പൊ ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രയോജനപ്പെടുന്ന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു തൊഴിലാണ് നഴ്സിംഗ്. ഓക്കെ, അത് ഓഫേഴ്സ് ചെയ്യുന്ന ഒരു തൊഴിലാണ് എന്ത്?
നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ. എന്തിനുള്ള പ്രൊഫഷനാ? ജനങ്ങളുടെ, പീപ്പിളിന്റെ ആരോഗ്യം, നമ്മുടെ പീപ്പിളിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്തെല്ലാം കാര്യങ്ങൾ, സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്ന ഒരു തൊഴിലാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. എന്ന് വെച്ചാല് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നത് ഒരു പ്രത്യേക ആരോഗ്യ പരിസ്ഥിതിയിലെ ഒരു സ്ഥാനമാണ്. നമ്മുടെ ആരോഗ്യ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ്. അതെന്തിനുള്ള ലീഡർഷിപ്പാ? പൊസിഷൻ ഓഫ് എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. പരിസ്ഥിതിയിലുള്ള ആ ഒരു പ്രത്യേകമായ ആ ഒരു ആരോഗ്യ കെയർ, അതിന്റെ ആ ഒരു പൊസിഷനെ ലീഡർഷിപ്പ് ലീഡർ ചെയ്യുന്നു. അതിനെ ആ ഒരു നയിക്കണതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അത് അണ്ടർലൈൻ ചെയ്യുക. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കും, വാട്ട് ഈസ് എ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? അല്ലെങ്കിൽ ഡാഷ് ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഓൺ ദ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? The definition of nursing administration എന്ന് പറയുന്നത് refers to the collection of people who are in charge of making and applying laws and norms, or those in leadership position who come for important tasks such as staffing process. Okay, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നഴ്സിംഗ് എന്ന് പറയുന്നത് അതൊരു ലീഡർഷിപ്പ് ആണ്. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? അതൊരു ലീഡർഷിപ്പ് ആണ്. എന്തിനുള്ള ലീഡർഷിപ്പ്? കെയറിങ്, പൊസിഷൻസ്, അതാണ് ഇവിടെ പറയണത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രത്യേക ആരോഗ്യ പരിസ്ഥിതിയിലെ ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. നമ്മുടെ പരിസ്ഥിതി, ഹെൽത്ത് കെയർ എന്ന പരിസ്ഥിതിയിൽ ഒരു പ്രത്യേക പൊസിഷൻ എന്തിനുണ്ട്? ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഭരണനിർവഹണത്തിന്റെ നിർവചനം, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയണേ? ഒരുപാട് നിയമങ്ങളും മാനദണ്ഡങ്ങളും അതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് നിയമം വേണം, അല്ലേ? ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്. ഹോസ്പിറ്റലിലെ റൂൾസ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങള് ചുമതലപ്പെടുത്തണം. ഇങ്ങനെ അതിനൊക്കെ ചുമതലപ്പെടുത്താനായിട്ട് അവിടെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട വേറെന്തെങ്കിലും ആളുകളുടെ സ്ഥാനങ്ങളിലേക്ക് നയിക്കണം. ഒരു ലീഡർഷിപ്പ് ആയിട്ട് നയിക്കുന്നു. അതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതിലൊന്നുമില്ല. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ. എന്തിനുള്ള ലീഡർഷിപ്പ് പൊസിഷനാ? നമ്മുടെ പരിസ്ഥിതിയിലെ എൻവയോൺമെന്റ്, അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഹെൽത്ത് കെയർ കൊടുക്കാൻ, സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, അത്രേ ഉള്ളൂ അവിടെ. അതങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി വെക്കാം. Nursing administration is a leadership position in a specific health care environment. Okay, ഈ ലീഡർഷിപ്പ് എന്നത് രണ്ട് പേരിലാണ്. ഒന്ന് സ്റ്റാഫിങ്ങും, രണ്ട് സ്റ്റാഫിംഗ് പ്രോസസ്സും. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാഫ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. എന്താ പറഞ്ഞേ? ഇപ്പൊ നിലവിലുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നഴ്സുമാരുണ്ട്. അവിടുത്തെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നിലവിലുള്ള, ഇനി വരാൻ പോകുന്ന, ഇപ്പൊ നിലവിലുള്ളതായാലും അല്ലെങ്കിൽ ഭാവിയിൽ വരാനുള്ളതായാലും, വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അപ്പൊ നിലവിലുള്ളതായാലും ഭാവിയിലെ ജീവനക്കാരുമായിട്ട് ഒരു ജോലി ബന്ധം, അവര് തമ്മിലുള്ള ഒരു വർക്കിന്റെ ആ ഒരു റിലേഷൻ, അത് തിരയാനും ആ വർക്കിന്റെ റിലേഷൻ സെർച്ച് ചെയ്യാനും ചൂസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അത് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, വിശകലനം ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ചെയ്യാനുള്ള ഒരു തുടർച്ചയായ കണ്ടിന്യൂസ് ആയ ഒരു പ്രോസസ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് ഈസ് എ കണ്ടിന്യൂസ് ഒരു പ്രോസസ്. കണ്ടിന്യൂസ് പ്രോസസ്, ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. എന്തിനുള്ള തുടർച്ച? തെരഞ്ഞെടുക്കാം, ചൂസ് ചെയ്യാം, സെർച്ച് ചെയ്യാം, അനലൈസ് ചെയ്യാം, ആൻഡ് ക്രിയേറ്റ് ചെയ്യാം.
ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്തിനാണ് ഇതൊക്കെ ഉള്ളത്? ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതുമായ പ്രസന്റ് ഓൺ ഫ്യൂച്ചർ ഉള്ള ജോലിക്കാരുടെ ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, ആ ജോലിക്കാർ, ആ ഒരു എംപ്ലോയീസിന്റെ വർക്കിംഗ് റിലേഷൻഷിപ്പില് സെർച്ച് ചെയ്യാം, ചൂസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള തുടർച്ചയായിട്ടുള്ള ആ ഒരു പ്രോസസ് ഇങ്ങനെ നടക്കും. അതിനെ പറയുന്നതാണ് സ്റ്റാഫിംഗ് എന്ന്. നെക്സ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ് എന്താ? ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാൻ പവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. നല്ല പൊസിഷനിൽ, കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു റൈറ്റ് പേഴ്സണ്, അതിന്റെ ഒരു പ്ലാനിങ്, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ ആ ഒരു മാൻ പവർ എന്ന് വെച്ചാൽ എന്താ? മൈൻഡ്, മാൻ പവർ എന്ന് വെച്ചാൽ ആ ഒരു മൈൻഡ് ശക്തി, അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് സ്റ്റാഫിംഗ് പ്രോസസ്സില്. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ടു ഹാവ് എ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അവരുടെ മാൻ പവർ പ്ലാനിങ്, അവരുടെ എന്താ? മാൻ പവർ പ്ലാനിങ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയായ ഒരു വ്യക്തിയെ, റൈറ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താ? ശരിയായ ഒരു വ്യക്തിയെ ശരിയായ സ്ഥാനത്ത്, റൈറ്റ് പൊസിഷൻ, ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു മാൻ പവർ, മനുഷ്യശക്തി, അതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായ ഒരു വ്യക്തിയെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു മാൻ പവർ എന്ന് വെച്ചാൽ മനുഷ്യശക്തിയിലെ പറയണ പേരാണ് സ്റ്റാഫിംഗ് പ്രോസസ്. ഓക്കെ, ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ് പ്രോസസ്, മാൻ പവർ മീൻസ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശക്തി. മാൻ പവർ എന്ന് വെച്ചാൽ മനുഷ്യശക്തി, അത് ആസൂത്രണം ചെയ്യുന്നതാണ്. മനുഷ്യശക്തി പ്ലാനിങ് ചെയ്യണം. മനുഷ്യശക്തി അത് ആസൂത്രണം ചെയ്യണതാണ് ഈ സ്റ്റാഫിംഗ് പ്രക്രിയ. മനസ്സിലായ? ഒന്നും കൂടി പറയാം. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ മാൻ പവർ പ്ലാനിങ്. എന്തിനുള്ള മാൻ പവർ അവർ ചെയ്യണേ? ടു ഹാവ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഒരു ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു മാനുഷിക ശക്തി, അതിന്റെ പ്ലാനിങ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ്, അതായത് അതിലെന്താ മെയിൻ ആയിട്ട് പറയണേ? സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫൈങ് ദ ടൈപ്പ് ആൻഡ് amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. എന്നുവെച്ചാൽ എന്താ? രോഗിക്ക്, ഒരു പേഷ്യന്റിന് ശരിയായ രീതിയിൽ നഴ്സിംഗ് പരിചരണത്തിന്റെ ആ ഒരു ശരിയായ രീതിയിൽ ആ ഒരു പേഷ്യന്റിന് നഴ്സുമാര് പരിചരണം കൊടുക്കുക. ശരിയായ രീതിയിൽ എന്ന് പറയുന്നത് കറക്റ്റ് അളവ്, കറക്റ്റ് തരം, ഒരു തരം നോക്കി, ഒരു അളവ് നോക്കി, അങ്ങനെ തിരിച്ചറിയല് പേഷ്യന്റിന്. ആ നഴ്സ് എല്ലാം രീതിയിൽ, ഒരു മുറിവുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ലഭ്യമാക്കുന്ന ആ ഇതിൽ നിന്ന് എന്താ ചെയ്യാ? പേഷ്യന്റിനെ നമ്മൾ തെരഞ്ഞെടുക്കാവുന്ന, ആ ഒരു സെലക്ട് ചെയ്യാവുന്ന അപ്പോയിന്റ്മെന്റ് പേഴ്സൺ ഫ്രം ദ ഒബ്റ്റൈനബിൾ ആപ്ലിക്കന്റ്. ഒബ്റ്റൈനബിൾ എന്ന് വെച്ചാൽ എന്താ ഒബ്റ്റൈനബിൾ എന്ന് വെച്ചാ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെയുള്ള ആ ഒരു പേഷ്യന്റ് തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്റ്റാഫിന്റെ പ്രക്രിയയാണ് ഈ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഒബ്റ്റൈനബിൾ എന്ന് വെച്ചാൽ എന്താ? കിട്ടുക, ലഭിക്കുക, അപ്ലിക്കന്റ് കിട്ടുന്നത്, അതിൽ നിന്നുള്ള ഒരു അപ്ലിക്കന്റ് ആണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗ്, അതിൽ പ്രോസസ് വരുന്നില്ല, വെറും സ്റ്റാഫിംഗ്. എന്താ സ്റ്റാഫിംഗ്? എന്താ നമ്മൾ പറഞ്ഞ ഇപ്പൊ നിലനിൽക്കുന്നതും ഭാവിയിലുള്ളതുമായ ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പും അതെന്തിനുള്ളതാ? തുടർച്ചയായ ഒരു പ്ലാനിങ്ങിനാണ്. ആ ഒരു തുടർച്ചയായ പ്ലാനിങ് സെർച്ച് ചെയ്യാം, ചൂസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, ക്രിയേറ്റീവ്, ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പിനെ തുടർച്ചയായിട്ടുള്ള ആ ഒരു പ്രോസസ് ആണ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ്
നെക്സ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ്സിലാണ് പറയണത് മാൻ പവറിന്റെ ശക്തി വരുന്നത്. അത് മാൻ പവർ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്. അതിൽ വരുന്നത് ഒരു ശരിയായ വ്യക്തി ശരിയായ സ്ഥാനത്തേക്ക് വേണം ആ വ്യക്തി. അല്ലേ? ഒരു വ്യക്തിക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടണമെങ്കിൽ ആരെ ശക്തി വേണം? മാൻ പവർ ശക്തി വേണം. അത് ഓർത്താൽ മതി. ഒരു ശരിയായ വ്യക്തി ഒരു ശരിയായ പൊസിഷനിലോട്ട് ഇൻവോൾവ് ചെയ്യണം. അയാളുടെ പ്ലാൻ ചെയ്ത മനുഷ്യ ശക്തി ഉപയോഗിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിങ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ആ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നഴ്സിംഗിന്റെ കെയർ എങ്ങനെ വേണം? പേഷ്യന്റിനെ സെലക്ടിങ് ആൻഡ് അപ്പോയിന്റ്മെന്റിങ് പേഴ്സണൽ ഒബ്റ്റൈനബിൾ ആപ്ലിക്കബിൾ. പേഷ്യന്റിനെ നമ്മൾ നോക്കാം. പേഷ്യന്റിന് കറക്റ്റ് ആണോ? പേഷ്യന്റിന്റെ തരം എങ്ങനെയാണ്? പേഷ്യന്റിന്റെ അളവ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ, അതെല്ലാം നോക്കി ആ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പേഷ്യന്റിനെ വിലയിരുത്താനായിട്ട്. ഒബ്റ്റൈനബിൾ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസ് കിട്ടാവുന്ന വിധത്തിൽ. ആപ്ലിക്കന്റ് എന്ന് വെച്ചാൽ എന്താ? ആപ്ലിക്കൻസ് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കാര്യങ്ങള്. നമ്മൾ പേഷ്യന്റിന്റെ എല്ലാ കാര്യവും അറിഞ്ഞു വേണം എന്ന് പറഞ്ഞില്ലേ? അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ ഓർത്തിരുന്നാൽ മതി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സില് സ്റ്റാഫിംഗ് എന്താന്ന് ചോദിക്കും, സ്റ്റാഫിംഗ് പ്രോസസ് എന്താന്ന് ചോദിക്കും. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാ? ഇല്ല. സ്റ്റാഫ് എന്നത് നിങ്ങൾക്ക് മാത്രം നോക്കാം. ഇപ്പൊ ആ പേഷ്യന്റിന്റെ നിലവിലുള്ള പേഷ്യന്റിന്റെ ജോലിക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം മനസ്സിലായ? ആ ഒരു റിലേഷൻഷിപ്പ്, വർക്കിംഗ് ചെയ്യുന്ന ജോലിക്കാർ, അവിടത്തുള്ള ഇപ്പൊ പ്രസന്റിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായ ജോലിക്കാരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് മാൻ പവർ ആണ്. മെയിൻ ആയിട്ട് വരുന്നത് മാൻ പവർ പ്ലാനിങ്. ഓക്കെ, അവിടെ ഒരു മാൻ പവർ പ്ലാനിങ് എന്തിനാ തന്നെ? ഒരു വ്യക്തിക്ക് കറക്റ്റ് പൊസിഷൻ, ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്തിരിക്കണം, ഇങ്ങനെല്ലാത്തിലും നല്ല ക്വാളിഫൈഡ് ആണ്, അപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ടത് ഇന്ന സ്ഥലത്താണ് എന്നുള്ള ആ ഒരു റൈറ്റ് കറക്റ്റ് നോക്കേണ്ടത്. അപ്പൊ ശരിയായ രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി ഇരുത്തി. അതാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഒരു മാൻ പവർ പ്ലാനിങ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. Manpower means number of people working or available for work availability. ഇവിടെ manpower planning എന്ന് പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് വർക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അത് ആ മനുഷ്യ ശക്തി ഉപയോഗിച്ചിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവരൊരു പ്ലാനിങ്. ഓക്കെ, അത് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പേരെ വർക്ക് ചെയ്യണ ഒരു ഇതാണെന്ന് പറഞ്ഞില്ല. അത് തന്നെയാണ് ഇവിടെ പറയണത്. ഒറ്റ വാക്കില് പറയാണ് manpower is a മനുഷ്യ ശക്തി എന്ന് ഒറ്റ വാക്കില്. നമ്മൾ വൈഡായിട്ട് പറയുമ്പോൾ നമുക്ക് എന്താ മനുഷ്യ ശക്തി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വർക്കിങ്ങില് ഒരുപാട് പേരെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇൻവോൾവ് മാൻ പവർ പ്ലാനിങ്. ഈ മാൻ പവർ പ്ലാനിങ്ങില് കറക്റ്റ് ചെയ്യണത് ഒരു പേഴ്സണെ അവരെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി ഇരുത്താം. ഐഡന്റിഫൈ ദ ടൈപ്പ്, അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കറക്റ്റ് പൊസിഷൻ എങ്ങനെ നോക്കും? എല്ലാവരെയും കൊണ്ടുപോയി നമുക്ക് വെറുതെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അവരെ കറക്റ്റ് നോക്കാം. ഇവരിതിൽ ക്വാളിഫൈഡ് ആണോ? അവരുടെ പൊസിഷൻ എന്താണ്? അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓരോന്നും നമ്മൾ നോക്കാം. പൊസിഷൻ എന്താണ്? അവരുടെ റൈറ്റ്സ് എന്താണ്? അവരെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ആ ഒരു ടൈപ്പ്, അവരുടെ പിന്നെന്താ എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ, അവരെ നഴ്സിംഗ് ചെയ്യാനുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള നഴ്സിംഗ് കെയർ ചെയ്യാനുള്ള ഒരു നഴ്സ് കറക്റ്റ് ഉണ്ട് അവർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂട്ടബിൾ ആയ കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മൾ നോക്കിയിട്ട് വേണം. അതാണ് മാൻ പവർ. ആ മാൻ പവർ ഇല്ലെങ്കിൽ എല്ലാവരെയും നിയമിക്കാൻ പറ്റുമോ നമുക്ക്? അതൊന്നും ഓർത്താൽ മതി. ഒരു പ്ലാൻ വെച്ച് അങ്ങനെയുള്ള ഒരു ഇതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് സമയം ഉണ്ടാ എടുക്കാൻ? ഇനി നമുക്ക് എത്രയുണ്ട്? 22. 8 മിനിറ്റ് ഉണ്ട്. 8 മിനിറ്റിൽ നമുക്ക് ഈ പോയിന്റ് ഒന്ന് പറഞ്ഞു നിർത്താം. ഓക്കെ ഓക്കെ, സ്റ്റാഫിംഗ് ഈസ് എ 8 മിനിറ്റ് ഉണ്ട്. ഓക്കെ 8 മിനിറ്റിൽ നമുക്ക് നോക്കാം. സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ that consists of many independent actions. എന്താ പറഞ്ഞതില്? നിരവധി സ്വതന്ത്ര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോജിക്കൽ ആക്ടിവിറ്റി, ഒരു ലോജിക്കൽ പ്രവർത്തനമാണ് ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ഡെഫിനിഷൻസ് സ്റ്റാഫിങ്ങിനെ കുറിച്ച് പറയാനുണ്ട് ഇല്ലേ? മോളിൽ 2-3 എണ്ണം പറഞ്ഞു. ഒരെണ്ണം സ്റ്റാഫിങ്ങിനെ കുറിച്ച് പറഞ്ഞു.
താഴെ ഒരെണ്ണം പറയാനാണ് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ. അതൊരു ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. സ്റ്റാഫിംഗ് എന്താണ്? ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ഒരു സാധാരണ ലെവലിൽ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്റ്റാഫിംഗ്. കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയ പ്രവർത്തനങ്ങൾ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ ഈ സ്റ്റാഫിംഗില് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യമാണ് പറഞ്ഞേക്കണേ. ഫസ്റ്റ്, റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ എൻക്വയർഡ് ബൈ ദ പേഷ്യന്റ്. രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് കെയർ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോസസ്സിൽ പറഞ്ഞു. രോഗിക്ക് കറക്റ്റ് ആയ എന്ത് കൊടുക്കണം? ഒരു കെയർ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കണം? പേഷ്യന്റിന്റെ ടൈപ്പ് നോക്കിയിട്ട് കൊടുക്കണം. ഏത് ടൈപ്പ് പേഷ്യന്റ് ആണോ അങ്ങനെ നോക്കിയിട്ട്, പേഷ്യന്റിന്റെ തരവും ടൈപ്പും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? പേഷ്യന്റിന് കെയർ കൊടുക്കാൻ. ഓക്കെ, അതാണ് പറഞ്ഞത്. രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് പരിചരണം കൊടുക്കണം. തരവും എന്ത് നോക്കിയിട്ടാ? അളവും നോക്കിയിട്ട്, തരവും അളവും നോക്കി തിരിച്ചറിഞ്ഞിട്ട് വേണം. തിരിച്ചറിയണം നമ്മൾ. അത് റെക്കഗ്നൈസ് ചെയ്യണം. നമുക്ക് മനസ്സിലാവണം. ഒരു പേഷ്യന്റിനെ കാണും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. റെക്കഗ്നൈസ് ചെയ്യണം. ടൈപ്പ് എന്താ? എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ. എന്നിട്ട് വേണം നമ്മള് കെയർ കൊടുക്കാൻ. നെക്സ്റ്റ് എന്താ? സെലക്ടിങ്. സെലക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. എന്തിനാ? ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. ലഭ്യമായ അപേക്ഷകരിൽ നിന്ന് ജീവനക്കാരെ തെരഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് ഇതിങ്ങനെ ചിന്തിക്കാം. ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു നമ്മൾ നഴ്സിംഗാ പഠിക്കണത് അല്ലേ? അപ്പൊ ഒരുപാട് നഴ്സിങ്ങിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവേണ്ടത്. ഒരുപാട് നഴ്സുമാർ വന്നു. നമുക്ക് വേണ്ടത് ആകെ ഒരു 2 നഴ്സുമാരെ മാത്രം മതി. ഒരു 10 പേര് അവിടെ ഇന്റർവ്യൂക്ക് വന്നിരിക്കേ. അപ്പൊ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കും? നമ്മൾ എന്ത് നോക്കും? സെലക്ട് ചെയ്യും. ആൻഡ് അപ്പോയിന്റ്മെന്റ്. നമ്മള് അവരെ സെലക്ട് ചെയ്യാൻ പോവേണ്ടത്. അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. അവിടെ വന്നേക്കണ ആ ആപ്ലിക്കൻസ് നോക്കിയിട്ട് എന്ത് നോക്കും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ? അപ്പൊ നമ്മുടെ മാൻ പവർ ഉപയോഗിക്കും. മാൻ പവർ ഉപയോഗിക്കുമ്പോ നമ്മൾ എന്ത് ഉപയോഗിക്കും? അവിടെ കാണും റൈറ്റ് പേഴ്സൺ ആണോ, അവർക്ക് റൈറ്റ് പൊസിഷൻ കൊടുക്കൂ. അവരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് റൈറ്റ് പേഴ്സൺ. തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മള് എന്തൊക്കെ നോക്കും? തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മള് അവരുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ എന്താ, ഇപ്പോഴത്തെ ഇനി വരാൻ പോണ ഫ്യൂച്ചർ എന്താ, ഇപ്പോഴത്തെ പ്രസന്റ് എന്താ എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ചൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്നത്. അതാണ് ഈ 2 പോയിന്റ് പറഞ്ഞേക്കണേ. ഫസ്റ്റ് തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. രണ്ടാമത്തെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അതൊരു സ്റ്റാഫിംഗിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അതിൽ പറഞ്ഞേക്കണ 2 പോയിന്റ് ആണ്. റെക്കഗ്നൈസിംഗ് എന്ന് പറഞ്ഞത് രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് കെയർ കൊടുക്കണമെങ്കിൽ അതിന്റെ അളവും തരവും നമ്മൾ തിരിച്ചറിയണം, റെക്കഗ്നൈസ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞേക്കണ് ലഭ്യമായ അപേക്ഷകരിൽ നിന്ന്, ഒരുപാട് ആപ്ലിക്കൻസിൽ നിന്ന് നമ്മൾ എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കണം? കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അവരെ നമ്മൾ കറക്റ്റ് ആക്കി സെലക്ട് ചെയ്യുക. ആ 2 പോയിന്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെയാണോ? ആ 2 പോയിന്റ് ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പിന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. ഇന്നിപ്പോ ഇത്രയും മതി. നഴ്സിംഗിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. വേറെ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ചിന്തിക്കേണ്ട, ഒന്നും ഓർക്കണ്ട. നമ്മൾ നഴ്സിംഗിനെ കുറിച്ച് പഠിച്ചു. ആ നഴ്സിംഗിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ പ്ലാനിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ വേറെ ആർക്കും നിങ്ങൾക്ക് മ്യൂട്ട് ഓൺ ആക്കണോ? നല്ല സംശയം എന്തെങ്കിലും ഉണ്ടാ? ഈ പഠിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാ? ക്ലിയർ ആവാത്തതുണ്ടാ? മിസ്സിന്റെ ക്ലാസ് എപ്പോഴാ? ഇനി മിസ്സിന്റെ ക്ലാസ് എപ്പോഴാണ്? ഇനി എന്റെ ക്ലാസ് ഈ വീക്കിൽ ഇന്നില്ലേ? വീക്കിലില്ല. ഈ വീക്കിൽ ഇന്ന് ഉണ്ടാവില്ല. കാരണം ഇനി അടുത്ത വീക്കിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് മാം? ക്ലാസ് ഓക്കെ. താങ്ക് യു. നിങ്ങളുടെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ സുഖമുണ്ട്. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് അറിയാണ്ട് പെട്ടെന്നൊക്കെ സ്പീഡ് കേൾക്കും. അപ്പൊ അങ്ങനെ
സ്പീഡ് ഉണ്ടെങ്കിൽ പറയണം. ഗുഡ് ക്ലാസ്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. സ്പീഡൊന്നുമില്ല. ഓക്കെ, ഉറക്കം വരത്തില്ല. ഈ സൗണ്ട് കേട്ടാൽ ആർക്കും ഉറക്കം വരാം അല്ലെ? പാറയെ മിറ്റടിക്കുന്ന പോലത്തെ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറക്കം വരുമോ? ഉറക്കം പോവുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ ഓക്കെ ലെറ്റ്സ് എൻജോയ്. ഓക്കെ ഓക്കെ.